ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂട്ടിലേക്ക് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ മണിക്കൂറുകളിലും ബെയ്റൂത്തിന് സമീപമുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുതുതായി ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ബെയ്റൂട്ടിന് സമീപത്തെ 30ഓളം കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണമുണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ വമ്പൻ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് ഇസ്രായേലി സേന ബെയ്റൂട്ടിലേക്ക് നൽകി. തെക്കൻ ബെയ്റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലാണ് ഇത്തരമുള്ള ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയത്. പ്രധാനപ്പെട്ട നിരവധി കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാർ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു ഇസ്രായേലി സേനയുടെ നിർദ്ദേശം. ഈ കെട്ടിടങ്ങളിലെ ബങ്കറുകളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ബേസ് ക്യാമ്പുകളുമുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലി സേനയുടെ ഈ ഒരു നിർദ്ദേശം. എന്തായാലും ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന. നമുക്കറിയാം, ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനം, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡിംഗ് ഓഫീസുകൾ, ഹിസ്ബുള്ളയുടെ കൺട്രോൾ റൂമുകൾ തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ബെയ്റൂട്ടിന് സമീപത്തെ നിരവധി പ്രദേശങ്ങളിലാണ്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു. ആ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മുൻ നേതാവായിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെയും ഇസ്രായേൽ സേന ആക്രമിച്ചു. അങ്ങനെ ഓരോരോ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓരോ ഓഫീസുകളാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത്. അതിന് സമാനമായ ആക്രമണമാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു തിരക്കേറിയ ഒരു റോഡിൻ്റെ വശത്തുള്ള ഒരു ബഹുനില മന്ദിരം, ആ ബഹുനില മന്ദിരത്തിലേക്ക് പൊടുന്നനെ ഇസ്രായേലിൻ്റെ സൈനിക വിമാനങ്ങൾ അയച്ച, ഫൈറ്റർ ജെറ്റുകൾ അയച്ച മിസൈൽ പതിക്കുകയാണ്. ഉടൻ തന്നെ ഉഗ്ര ശബ്ദത്തിൽ സ്ഫോടനമുണ്ടാകുന്നു. തീഗോളങ്ങൾ ആകാശം മുട്ടെ ഉയരുന്ന കണക്കിന് തീ ആളിപ്പടരുന്നു. പിന്നാലെ നിമിഷങ്ങൾക്കുള്ളിൽ ആ കെട്ടിടം തവിടിപൊടിയായി തീരുന്നു. ആ കെട്ടിടം നിലംപരിശാകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച. ലോകം മുഴുവൻ വൈറലായി കണ്ട ഒരു ദൃശ്യമാണിത്. ഇത്തരത്തിൽ അതിസൂക്ഷ്മമായും അതിവിദഗ്ധമായിട്ടുമാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ലെബനനിൽ ആക്രമണം നടത്തുമ്പോൾ സാധാരണക്കാരായ ലെബനീസ് പൗരന്മാർ താമസിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, ലെബനീസ് പൗരന്മാർ കൂട്ടമായി താമസിക്കുന്ന പട്ടണങ്ങളിൽ, അവരുടെ റെസിഡൻഷ്യൽ കോളനികളിലൊക്കെ തന്നെയാണ് ഹിസ്ബുള്ള ആയുധ കേന്ദ്രങ്ങളും അവരുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഹിസ്ബുള്ളയുടെ ഒരു തന്ത്രമായിരുന്നു. അവിടെയൊക്കെ ആയുധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ അമേരിക്കയല്ല, ഇസ്രായേലല്ല, ഏതു രാജ്യവും ആ പ്രദേശത്തെ ആയുധ ഡിപ്പോ, ആയുധ ഉൽപ്പാദന കേന്ദ്രത്തെ ആക്രമിക്കാനൊന്നും മടിക്കും. കാരണം ആ ഒരു ആക്രമണം കൊണ്ട് നിരവധി ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെടും. അത് മറ്റൊരു തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു തിരിച്ചടിയാകും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സാധാരണ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ജനനിബിഡമായ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്താൻ പലരും മടിക്കുന്നൊരു സാഹചര്യമാണ്. എന്നാൽ ഇവിടെയും ഹിസ്ബുള്ളയുടെ എല്ലാ തന്ത്രങ്ങളെയും മറികടക്കുന്ന കുശാഗ്ര ബുദ്ധിയാണ് ഇസ്രായേലിൻ്റെത്. ഇസ്രായേലിൻ്റെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ, ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളും അല്ലെങ്കിൽ റോക്കറ്റുകളും ഇവയൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണ്. അവ ആക്രമിക്കേണ്ട പ്രദേശത്തിൻ്റെ 3D ഇമേജ് സൃഷ്ടിക്കുകയും അവ കമ്പ്യൂട്ടർ വഴി ഈ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആ സ്ഫോടക വസ്തുവിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും GPS-ൻ്റെ സഹായത്തോടു കൂടി അണുവിട വ്യതിചലിക്കാതെയാണ് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ആക്രമണം നടത്തുന്നത്. പ്രത്യേകിച്ച് റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളും. അവ മറ്റൊരു തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത ആക്രമണമായിരിക്കും നടത്തുക. ആ ആക്രമണത്തിൽ ഏത് കെട്ടിടമാണോ ഉദ്ദേശിക്കുന്നത് ആ കെട്ടിടം മാത്രം തകരുന്ന രീതിയിലുള്ള കൃത്യത. ഇതാണ് ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ബെയ്റൂട്ടിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ടിൽ നിരവധി ഹിസ്ബുള്ള ഭീകരവാദികൾ, ഏകദേശം 2000-ലധികം 3000-ഓളം ഹിസ്ബുള്ള ഭീകരവാദികൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് IDF-ൻ്റെ കണക്ക്. എന്നാൽ കൊല്ലപ്പെട്ട ലെബനീസ് സിവിലിയൻസിൻ്റെ എണ്ണം വളരെ കുറച്ച് മാത്രമാണ്. ഗാസയിൽ പക്ഷേ ഇത്രത്തോളം അല്ല. ഗാസയിൽ 45,000-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ഗാസയിൽ എടുത്തതുപോലെയുള്ള ഒരു യുദ്ധതന്ത്രമല്ല ലെബനനിൽ
ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ഗാസയിൽ വളരെ പതിയെ മാസങ്ങളും വർഷങ്ങളും എടുത്തുകൊണ്ടുള്ള യുദ്ധമാണ് തുടരുന്നത്. എന്നാൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിവേഗം യുദ്ധം തീർക്കുക എന്നൊരു നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സൈനികർക്ക് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി പാലിക്കുകയാണ് സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളുടെ ഇളവേള പോലുമില്ലാതെ ലെബനൻ്റെ വിവിധ മേഖലകളിൽ ബോംബാക്രമണവും വ്യോമാക്രമണവും നടത്തുകയാണ് ഇസ്രായേലി സേന. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, എത്രത്തോളം വേഗത്തിൽ യുദ്ധം തീർക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബെയ്റൂത്തിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. രണ്ടാം നിര നേതാക്കന്മാർ നിരന്നുകൊണ്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ നയിക്കുന്നത്. അതുമാത്രവുമല്ല, ആയുധങ്ങളുടെ വലിയ ഷോർട്ടേജ് ഹിസ്ബുള്ളയ്ക്കുണ്ട്. ആയുധങ്ങളുടെ 80% ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പിന്നാലെ ആയുധങ്ങൾ കിട്ടാനുള്ള മാർഗങ്ങളും തടഞ്ഞു. സാധാരണ ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത്, അതും ഈജിപ്റ്റ് വഴിയോ അല്ലെങ്കിൽ സിറിയ വഴി സിറിയയും ലെബനനും അതിർത്തി പങ്കിടുന്ന ഇടനാഴികൾ വഴിയാണ് പ്രധാനമായും ഇറാന് ആയുധങ്ങൾ എത്തിയിരുന്നത്. ആ ആയുധങ്ങളുടെ വിതരണ ശൃംഖലയെ പരിപൂർണമായും നശിപ്പിച്ചു ഇസ്രായേലി സേന. ആയുധ വിതരണം തടസ്സപ്പെട്ടു. പിന്നാലെ സിറിയയിലെ ആയുധ ഡിപ്പോകളും ആയുധ ക്യാമ്പുകളും ഇസ്രായേലി സേന തകർത്തു. ഏറ്റവും പ്രധാനമായും ഹിസ്ബുള്ളയുടെ അടിവേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രായേൽ പയറ്റുന്നത് 2 പ്രധാനപ്പെട്ട നടപടികളാണ്. ഒന്ന്, ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണത്തിൻ്റെ കേന്ദ്രങ്ങളെ തകർക്കുക. 2, ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുക. ഈ 2 പദ്ധതികളിലും ഈ 2 നടപടികളും പൂർണ്ണമായും വിജയിച്ചാൽ ഹിസ്ബുള്ള അതോടുകൂടി പടമാകുമെന്ന കാര്യം ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. അതിന് പിന്നാലെയാണ് ഹസൻ നസറുള്ള അടക്കമുള്ള നേതാക്കന്മാരെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. എന്തായാലും തെക്കൻ ലെബനനിൽ ഉടനീളമുണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ, ആയുധ ക്യാമ്പുകൾ, ബേസ് ക്യാമ്പുകൾ, അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഒക്കെ തന്നെ ഇസ്രായേൽ തകർത്തിരിക്കുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ പോലും കിട്ടാനില്ലാത്ത സാഹചര്യം, ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനോ പ്രതിരോധിച്ചു നിൽക്കാനോ കഴിയാത്തൊരു സാഹചര്യം, ഇതാണിപ്പോൾ ഹിസ്ബുള്ള നേരിടുന്നത്. ആ അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള എത്തിച്ചത് ഇസ്രായേലിൻ്റെ വളരെ കൃത്യമായ യുദ്ധതന്ത്രമായിരുന്നു. ആ യുദ്ധതന്ത്രം വീണ്ടും ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രയോഗിക്കുകയാണ്. അതേസമയം ഹിസ്ബുള്ളയും പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഹിസ്ബുള്ള ഇന്നേ ദിവസം 4 ഡ്രോണുകളാണ് ഇസ്രായേലിൻ്റെ നേരെ പ്രയോഗിച്ചത്. അതിൽ 3 ഡ്രോണുകളെയും വിജയകരമായി ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ ഇൻ്റർസെപ്റ്റർ തകർത്തു, അയൺ ഡോം സംവിധാനം തകർത്തു. എന്നാൽ ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് നിഹാരിയ പ്രദേശത്ത് വീണു എന്നുള്ള വാർത്തകളും IDF തന്നെ നൽകുന്നുണ്ട്. എന്നാൽ ഇത് ഒരു തുറസായ സ്ഥലത്താണ് വീണത്. യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ പരിക്കുകളോ മരണമോ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് IDF വ്യക്തമാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഏകദേശം 600ഓളം ഡ്രോണുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്. അതിൽ ഏറ്റവും കരുത്തുള്ളത് ഇറാൻ നിർമ്മിതമായ മിർസാദ് ഡ്രോണുകളാണ്. ഏകദേശം 2500 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവുള്ള 40 ടൺ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴിവുള്ള ഏറ്റവും അത്യാധുനികമായ ഡ്രോൺ, അതാണ് ഇറാൻ്റെ മിർസാദ് ഡ്രോൺ. ആ മിർസാദ് ഡ്രോൺ ഇറാൻ വാരിക്കോരി ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരിക്കുന്നു. ഇറാൻ്റെ ആയുധ ശേഖരം വെച്ചാണ് ഇത്രയും ദിവസം ഇസ്രായേലിന് മുന്നിൽ ഹിസ്ബുള്ള പിടിച്ചു നിന്നത്. എന്നാൽ ഇപ്പോൾ ആയുധങ്ങൾ അവസാനിക്കാറായിരിക്കുന്നു. ആയുധ ശേഖരം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നു. 80% ആയുധങ്ങളും ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഇനി ഹിസ്ബുള്ളയുടെ മുന്നിലുള്ള വഴി എന്താണ്? ഹിസ്ബുള്ള മരണത്തെ മുഖാമുഖം കാണുകയാണെന്നുള്ള വാർത്തകളാണിപ്പോൾ ലെബനോനിൽ നിന്ന് വരുന്നത്. അതേസമയം ഹിസ്ബുള്ളയുടെ ഈ ബലഹീനത മുതലെടുത്തുകൊണ്ട് ഹിസ്ബുള്ളയെ 4 പാട് നിന്നും ആക്രമിക്കുകയാണ് ഇസ്രായേലി സേന. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തുന്നു, അതുപോലെ തെക്കൻ ലെബനനിൽ ആക്രമണം നടത്തുന്നു, ലെബനൻ്റെ വടക്ക് ഭാഗത്ത് ആക്രമണം നടത്തുന്നു, മധ്യ ലെബനനിൽ ആക്രമണം നടത്തുന്നു. അങ്ങനെ ലെബനൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു അവിടെയെല്ലാം രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തുന്നത്. അതും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എവിടെയൊക്കെ ആക്രമിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഇസ്രായേലി സേനയ്ക്കൊരു കണക്കുണ്ട്. നേരത്തെ മൊസാദും ഷിൻബെറ്റുമൊക്കെ ഈ ആക്രമിക്കേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും IDFനെ അറിയിച്ചിട്ടുണ്ട്. അവിടെ അവിടെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് അടുത്ത നടപടി.
ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ 3D തയ്യാറാക്കുന്നു. പിന്നീട് GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമിക്കേണ്ട ആയുധമായി ബന്ധിപ്പിക്കുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ സേനയുടെ ടെക്നോളജിയാണ് അവരെ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാം. ഏറ്റവും അത്യാധുനികമായ ടെക്നോളജിയുള്ള ഒരു സൈനിക രാജ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സൈന്യം തന്നെയാണ് ഇസ്രായേൽ എന്ന് ഉറപ്പിച്ചു പറയാം.